എന്നാൽ 1957 കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSUമായിട്ട് പരസ്പരം ചേർന്നില്ലേ? അത്ര കണ്ടാൽ മതി. 1925 ചേർന്നില്ലെന്ന് ഇപ്പൊ പറഞ്ഞാൽ വലിയ വിവാദമാവും. ചേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് വിവാദം വരാൻ? അല്ല, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ വിവാദമായി പോകും. ആ വിവാദം ഞങ്ങൾക്കൊരു ഭയവുമില്ല, തെല്ല് ഭയവുമില്ല. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ഒരു വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ RSSുമായി ചേർന്നിട്ടുണ്ട്. സത്യം പറയുന്നത് കൊണ്ട് എന്ത് വിവാദം ഉണ്ടാകാനാണ്? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസിന്റെ അഭിമുഖത്തിൽ പറഞ്ഞ ഈ വാചകങ്ങൾ രാഷ്ട്രീയ കേരളത്തെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. ഡാമേജ് കൺട്രോളിനായി മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധം മിനുക്കിയിരിക്കുന്ന കൊലക്കൂട്ടമാണ് RSS എന്നും അവരുമായി ഒരു സന്ധിയുമില്ലെന്നും പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. നിലമ്പൂരിലെ നിശബ്ദ പ്രചാരണ ദിനത്തിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം ഈ അഭിമുഖത്തിൽ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്നലെയും ഇന്നും നാളെയും RSSുമായി ഒരു സഹകരണവുമില്ല എന്ന് രാവിലെ MV ഗോവിന്ദൻ വ്യക്തത വരുത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. നിലമ്പൂരിലെ BJP വോട്ട് ലക്ഷ്യമിട്ടാണ് ഗോവിന്ദന്റെ പരാമർശങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേരളത്തെ പിടിച്ചു കുലുക്കിയ ഈ അഭിമുഖം തന്നെയാണ് സ്വാഭാവികമായും ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ K അനിൽകുമാർ CPIM, ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസ്, ശ്രീ B ഗോപാലകൃഷ്ണൻ BJP എന്നിവർ. ആദ്യം ശ്രീ K അനിൽകുമാർ, ഞങ്ങൾ RSSുമായും ചേർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വിവാദം ഉണ്ടാകാനാണ്? ഈ സെന്റൻസിന്റെ പ്രഹരശേഷി ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് എന്താകും എന്ന് അറിയാത്ത ആളാണോ CPMന്റെ സംസ്ഥാന സെക്രട്ടറി? അല്ല, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അഭിമുഖത്തിലെ ഒരു ദീർഘമായ ഇൻ്റർവ്യൂവിനകത്ത് ഏതെങ്കിലും ഒരു വരിയുടെ അറ്റവും മുറിയും എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് എന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. ഞാൻ നിലമ്പൂർ ഏതാണ്ട് 20-22 ദിവസക്കാലം അവിടുത്തെ മണ്ണിൽ ചവിട്ടി പ്രവർത്തിച്ച ഒരാളാണ്. ആ നാട്ടിലെ മനുഷ്യൻ്റെ വിചാരങ്ങളിൽ ഒരു പുതിയ നിലമ്പൂരുണ്ട്. അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നൊരു പുതിയ സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന് വേണ്ടിയുള്ള വോട്ടാണ് എന്നും കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള വോട്ടാണ് എന്നുള്ള നല്ല ബോധ്യം അവിടെയുണ്ട്. അവിടെ വികസനവുമായി ബന്ധപ്പെട്ട് കാണാവുന്ന നേട്ടങ്ങൾ ആളുകളുടെ മുമ്പിലുള്ളപ്പോൾ അത് തുടരേണ്ടതല്ലേ? ക്ഷേമവുമായി ബന്ധപ്പെട്ട് കൈക്കൂലിയാണെന്നും അത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് മോഹവലയമാണെന്നും പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് വീടുകൾ ഒരു പഞ്ചായത്തിൽ മാത്രം നൽകിയത് അമരമ്പലം എന്നൊരു പഞ്ചായത്താണ്. 1089 വീടുകൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞത് എങ്ങനെയാണ് മോഹവലയമാകുന്നത്? 5.25 ലക്ഷം വീടുകൾ നിർമ്മിക്കപ്പെട്ടില്ലേ കേരളത്തിൽ? അപ്പോൾ പൂർണ്ണമായും പാളിപ്പോയൊരു ക്യാമ്പയിനാണ് UDFൻ്റെത്. അവസാനം എന്തുണ്ടായി? അല്ല, അവിടെ തന്നെയാണ് എന്റെ ചോദ്യം. ഇപ്പോ ശ്രീ അനിൽകുമാർ, ഇപ്പോ അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊക്കെ താങ്കൾ പറഞ്ഞു 10-20 ദിവസം ഉണ്ടായിരുന്നു. അത് വിവിധ വിഷയങ്ങളാവട്ടെ, അങ്ങനെ ആകണമല്ലോ ജനാധിപത്യ പ്രക്രിയയിൽ. ഇവിടെ ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, എതിരാളികൾക്ക് അടിക്കാൻ പാകത്തിനൊരു വടി കൊണ്ടുപോയി കൊടുക്കാനുള്ള അത്രയും ലാഘവ ബുദ്ധിയാണോ CPM സംസ്ഥാന സെക്രട്ടറി കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അവധാനതയോടുകൂടി രാഷ്ട്രീയം സംസാരിക്കേണ്ട സമയത്ത് അനായാസം അപ്പുറത്തെ പോസ്റ്റിൽ ഗോളടിക്കാൻ പാകത്തിനൊരു പന്ത് കൊണ്ട് വെച്ചു കൊടുക്കുകയായിരുന്നില്ലേ ചെയ്തത് അദ്ദേഹം? അല്ല, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അങ്ങനൊരു പന്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ചങ്കത്ത് നിന്ന് കൊള്ളുന്നത്, അവരുടെ ഗോൾ പോസ്റ്റ് കയറുന്നത്? എണ്ണി മുഖ്യമന്ത്രി പറഞ്ഞത് നാട്ടിലെ ആളുകൾക്ക് മറന്നു പോകുന്ന കാര്യമാണോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് തന്നെ ഒരു ദൃശ്യം നിങ്ങൾ നോക്കൂ. എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം? CPMനകത്തൊരു ചർച്ചയുണ്ടായി. ആ ചർച്ച നടക്കുന്ന അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥ ഉണ്ടായി ഒരു 4-5 മാസക്കാലം കഴിയുമ്പോൾ പാർട്ടിക്കകത്തൊരു ചർച്ച നടന്നു. ഇനി ഇന്ത്യ രാജ്യം ജനാധിപത്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. പാർട്ടിയുടെ പ്രമുഖ നേതാക്കളടക്കം ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുന്നു. ഇന്ദിരാഗാന്ധിയാണെങ്കിൽ സാർവദേശീയ തലത്തിൽ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നടപ്പാക്കുന്നു. ആ അമിതാധികാര വാഴ്ചയിൽ നിന്നും വളരെ വേഗം കുതിറിമാറാനാവില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പൊന്നും ഉടനെ ഉണ്ടാവില്ല. അത്തരമൊരു സന്ദർഭത്തിൽ എന്ത് വേണം? ബീഹാറിൽ JP പ്രസ്ഥാനം ഉയർന്നു വന്നു. ഞങ്ങൾ അതിനോട് സഹകരിക്കണമോ വേണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. ബീഹാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു സഹകരിക്കാൻ പാടില്ല. CPM ആദ്യം ഒരു പൊസിഷൻ എടുത്തു, സഹകരിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പൊന്നും അടിയന്തരാവസ്ഥ കാലത്ത് ചർച്ചയില്ല. ഇന്ന് തന്നെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സുന്ദരിയുടെ കത്തിൻ്റെ 1ാമത്തെ ഭാഗം എന്താണ്? ഈ ജയിലിൽ കിടക്കുന്നവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി യോജിച്ച പോരാട്ടം വേണോ വേണ്ടയോ?
whether any joint action to be required. 8 കാര്യങ്ങൾ ആ കത്തിൽ അല്ല ശ്രീ അനിൽകുമാർ, ഞാൻ ഇതിന്റെ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് വരാം, ജനതാ പാർട്ടി പരീക്ഷണത്തിലേക്കൊക്കെ വരാം. പക്ഷെ എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരാഴ്ച കിട്ടിയെന്ന് വിചാരിക്കട്ടെ, ഈ ജനങ്ങളെ മുഴുവൻ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ് എടുത്ത് അന്ന് ജനതാ പാർട്ടി രൂപീകരിച്ചത് ഇങ്ങനെയാണ്, ജനതാ പാർട്ടിയിൽ ഇന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്, അതിൽ മതേതരർ ഇത്ര, വർഗീയവാദികൾ ഇത്ര, ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സമീപനം, ഇതൊക്കെ പറയാൻ ഒറ്റ വാചകത്തിന്റെ പ്രഹരശേഷിയിൽ അതെല്ലാം ഇല്ലാതാവില്ലേ? RSSുമായി ഞങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ട ആളാണോ CPM സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ചോദ്യം. അതെ, RSSുമായി ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഘട്ടം എല്ലാവരും ജയിലിൽ കിടക്കുകയാണ്. നിങ്ങൾ ജയിലിൽ തള്ളി തുറക്കണം. അപ്പോൾ ജയിലിൽ കിടക്കുന്നവരെല്ലാം കൂടെ ജയിലിൻ്റെ വാതിൽ തള്ളും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. AK ആന്റണി പോയിട്ട് ഗുവാഹത്തി കോൺഗ്രസിനകത്ത് എന്താ പറഞ്ഞത്? ആന്റണി ജയിലിൽ പോയില്ല, പക്ഷെ കോൺഗ്രസ്സുകാരടക്കം ഇന്ത്യ രാജ്യം ജയിലിൽ പോയി. അത്തരമൊരു ഘട്ടത്തിൽ ജയിലിൽ കിടക്കുന്നവരെല്ലാം കൂടെ ആദ്യം ആലോചിക്കുന്ന ജയിലിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിനെ കുറിച്ചാണ്. ആ പുറത്തു കിടന്ന ആദ്യഘട്ടത്തിൽ തന്നെ, ജനതാ പാർട്ടി അധികാരത്തിലേറിയ ആദ്യഘട്ടത്തിൽ തന്നെ 1979 ജൂലൈ മാസത്തിൽ ഈ ജനതാ പാർട്ടിക്കകത്ത് RSSുമായി ബന്ധപ്പെട്ട തർക്കം വന്നു. അവിടെയാണ് CPMൻ്റെ ക്ലാരിറ്റി. ഞങ്ങളുടെ ക്ലാരിറ്റി എന്താണ്? ആ ജൂലൈ പ്രതിസന്ധി എന്ന് വിളിക്കപ്പെടുന്ന ആ തർക്കത്തിനകത്ത് ചരൺ സിംഗിനോടൊപ്പമായിരുന്നു CPM. എന്തുകൊണ്ട്? മൊറാർജി ദേശായി അടങ്ങുന്ന ജനസംഘത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു സംഘത്തോടൊപ്പം CPM നിന്നില്ല. പക്ഷെ കേരളത്തിനകത്ത് ആ ജനസംഘത്തോടൊപ്പമോ ജനതാ പാർട്ടിക്കൊപ്പമോ നിന്നത് ഈ കോൺഗ്രസ്സാണ്. അപ്പോൾ ചരിത്രം പറഞ്ഞാൽ ഉടനെ ഞങ്ങളാരും ഭസ്മീകരിക്കപ്പെടുകയല്ല, ഞങ്ങളാരും തകർക്കപ്പെടുകയല്ല, ഇത് പറയാൻ്റെ അവസരം കിട്ടിയെന്നുള്ളത് കുറ്റമുള്ള കാര്യമാണോ? ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളിത് പറഞ്ഞാൽ ഉടനെ എന്താണ് ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലേ? ഇവിടെ 1980 തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ആന്റണി കരുണാകരനെതിരെ ഇവിടെ മത്സരിച്ചത്, ഞങ്ങളുടെ കൂടൊപ്പം വന്ന് മത്സരിച്ചത്? ആ മുന്നണി ഉണ്ടായത് എങ്ങനെയാണ്? കരുണാകരൻ കൂട്ടരും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കക്ഷികളും ലീഗും എല്ലാം കൂടി അപ്പുറത്ത് RSSൻ്റെ കൂടെ മുന്നണിയായി. ആന്റണി RSSനെതിരായി ഞങ്ങളുടെ കൂടെ മുന്നണിയായി. ആന്റണി കോൺഗ്രസ് ഉണ്ടാകാൻ തന്നെ കാരണം RSSനെതിരായ ഒരു യുദ്ധമാണ്. ശരി, അതാണ് ചരിത്രമായി, അതാണ് AK ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്താൽ ഉടനെ ഞങ്ങളാണോ തകരുന്നത്, കോൺഗ്രസ് ആണോ തകരുന്നത്? നമ്മുടെ കൺമുമ്പിലൂടെ ദൃശ്യം കൂടെ കണ്ടുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ല, ജോയിന്റ് ആക്ഷനുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ നിലമ്പൂർ പ്രചരണമെല്ലാം അവസാന ശേഷം തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ച ആരാന്ന് എല്ലാവർക്കും അറിയാം. അവിടെ BJPയും പ്രതിപക്ഷ നേതാവും വേദി പങ്കിടുന്നു. എന്താ പ്രശ്നം? എന്താണ്? ആശാപ്രവർത്തകരുടെ യഥാർത്ഥ പ്രശ്നം കേന്ദ്രത്തിൻ്റെതാണ്. ആ കേന്ദ്രത്തിൻ്റെ നയം എന്ന് പറയുന്നതാണ് ആശാപ്രവർത്തകർക്ക് ഇന്ന് നിഷേധിക്കപ്പെടുന്നത്. ജൂലൈ 9 ഈ വിഷയം അടക്കം ദേശീയ പണിമുടക്കാണ്. അതിൽ INTUC ഉണ്ട്. ആ INTUC കേരളത്തിൽ CATUവിനോടൊപ്പം സമരത്തിന് വരില്ല, AITUCക്കൊപ്പം സമരത്തിന് വരില്ല, പക്ഷെ BJPക്കൊപ്പം സമരത്തിനാകാം. എന്ത്? ഇവിടെ അടിയന്തരാവസ്ഥയുണ്ടോ? ഇതൊക്കെ നാട്ടുകാരോട് ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് തല പൂഴ്ത്തുകയല്ല. ഈ ചരിത്രത്തിനകത്ത് പ്രതിക്കൂട്ടിലാണ് കോൺഗ്രസ്. അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയതിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ്. ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി തിരിച്ചു വരാൻ, ആ അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചു വരാൻ RSS തോൾപ്പലക ചാർത്തി കൊടുത്തു എന്നുള്ളതിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ്. തീർന്നില്ല. ലാസ്റ്റ് വാചകം പറയാം. 1984 സിഖ് വിരുദ്ധ കലാപം, ഒരു വാക്കൂടെ 1984 സിഖ് വിരുദ്ധ കലാപം ഇല്ലെങ്കിൽ രാജീവ് ഗാന്ധിക്ക് ഭൂരിപക്ഷം കിട്ടുമോ? സിഖ് വിരുദ്ധ കലാപം നടക്കുമ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് 2 സീറ്റ്. സിഖുകാർക്കെതിരെ ഹിന്ദുവിന്റെ ഐക്യം, അതിന്റെ ഭാഗമായി RSS സ്പോൺസർ ചെയ്തിട്ടാണ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് സിഖ് വിരുദ്ധ കലാപം സംഘടിപ്പിച്ചത്. 4000 പേരെ ചുട്ടുകൊന്നത്. ഞങ്ങൾ പറയുന്നത് കോൺഗ്രസുകാരെ സംബന്ധിച്ച് അത് തന്നെ ഞങ്ങൾ പറയാണ്. ചരിത്രം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയപ്പാടൊന്നുമില്ല, പതറാൻ ഒന്നുമില്ല എന്നുള്ളതാണ് CPMന്റെ വിശദീകരണം. ആവട്ടെ, ശ്രീ സന്ദീപ് വാര്യർ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ഡാമേജ് കൺട്രോൾ മോഡിൽ. അദ്ദേഹം എണ്ണി കോൺഗ്രസ് സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായാലും RSSുമായി സഹകരിച്ചതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു സമയമെടുത്ത്. അപ്പോൾ ഈ അഭിമുഖം വന്ന ആദ്യ മണിക്കൂറുകളിൽ MV ഗോവിന്ദൻ്റെ വാക്കുകൾ വലിയ എംബാരസിംഗ് ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം CPMനും LDFനും ഉണ്ടാക്കിയെങ്കിലും ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് മുഖ്യമന്ത്രി അതിനെ മറികടന്നോ? എന്തു തോന്നുന്നു? അഭിലാഷിൻ്റെ അഭിമുഖം ഞാൻ പൂർണ്ണമായും കാണുകയുണ്ടായി. അതിൽ അഭിലാഷ് തന്നെ MV ഗോവിന്ദനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ അപകടമാവില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് MV ഗോവിന്ദൻ നൽകുന്ന മറുപടി, സത്യം പറഞ്ഞാൽ എന്താണ് പ്രശ്നം, സത്യം പറഞ്ഞാൽ എന്തിനാണ് വിവാദം, RSSുമായി ബന്ധമുണ്ടായിരുന്നു
എന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന മലയാളത്തിൽ അദ്ദേഹം പൂർണ്ണമായും സമ്മതിക്കുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് സത്യം പറയാൻ വേണ്ടി വിമ്മിഷ്ടം മുട്ടി നിൽക്കുന്ന ഒരാളെയാണ് എനിക്ക് എം വി ഗോവിന്ദനിൽ കാണാൻ സാധിച്ചത്. രസതന്ത്രം സിനിമയിൽ ഇന്നസെന്റ് സമാനമായ സാഹചര്യത്തോടെ കടന്നു പോകുന്നുണ്ട്. അവസാനം ഒരു കുന്നിൻ മുകളിൽ പോയി മോഹൻലാൽ മറ്റേ ആണായിട്ട് വന്നിട്ടുള്ള മീര ജാസ്മിൻ ഒരു പെണ്ണാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന രംഗമുണ്ട്. അതുപോലെ ഇന്ന് സത്യം പറയാൻ വിമ്മിഷ്ടം മുട്ടി നിൽക്കുന്ന എം വി ഗോവിന്ദൻ അഭിലാഷിന്റെ ഇന്റർവ്യൂവിൽ വന്നിട്ട് ആ സത്യം വിളിച്ചു പറയുകയായിരുന്നു. അതൊരു വസ്തുതയാണ്. RSSുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അത് ജനതാ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ മാത്രമല്ല, ജനതാ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ജനസംഘവുമായിട്ട് തന്നെ ആർ എസ് എസ് നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ജനസംഘവുമായിട്ട് തന്നെ 1967 മുതൽ ഒരു സഖ്യം ഉണ്ടല്ലോ. അന്നുണ്ടാക്കിയിട്ടുള്ള സംയുക്ത വിധായക് ദൾ എന്ന് പറയുന്ന സഖ്യത്തിന്റെ അതേ മോഡലാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള ജനതാ മുന്നണി. അതാണ് പിന്നീട് ജനതാ പാർട്ടിയായിട്ട് തീർന്നത്. ആ സംയുക്ത വിധായക് ദളിന്റെ ഭാഗമായിട്ട് ബീഹാറിൽ സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ആ സർക്കാരിൽ ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നു. CPI മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു, CPM മുന്നണിയുടെ ഭാഗമായിരുന്നു, ജനസംഘം മുന്നണിയുടെ ഭാഗമായിരുന്നു. അതേ മുന്നണി കൽക്കത്തയിൽ അധികാരത്തിൽ വന്നു. അജോയ് മുഖർജി മുഖ്യമന്ത്രിയായി. അതിലന്ന് ജനസംഘ MLA പിന്തുണ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായിട്ടുള്ള അജോയ് മുഖർജിക്കാണ്. ഇതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ന് മുഖ്യമന്ത്രി സമയമെടുത്ത് ചെയ്തത് വൈറ്റ് വാഷിംഗ് ആണ്. പക്ഷേ എത്ര പുട്ടിയിട്ടാലും എത്ര വൈറ്റ് വാഷ് ചെയ്താലും RSSും CPMും തമ്മിൽ ദീർഘകാലമായിട്ടുണ്ടായിട്ടുള്ള അന്തർധാരകൾ അത് വളരെ വിസിബിളായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എം വി ഗോവിന്ദൻ അക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് തീർക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ നിലമ്പൂരിലെ നിലമ്പൂരിലെ പിന്നെ MLA ആക്കാൻ വേണ്ടി മത്സരിക്കുന്ന കാൻഡിഡേറ്റ് അദ്ദേഹം വന്നിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹം വന്നിട്ട് പറഞ്ഞ കാര്യം അത് ജനതാ പാർട്ടി ആയിരുന്നു, അതിന് RSSുമായിട്ട് ബന്ധമുണ്ടായിരുന്നതല്ലേ. ജനതാ പാർട്ടി രൂപീകരിക്കുന്ന മുമ്പ് 75 സുന്ദരയ്യയുടെ രാജിക്കത്ത് പോയില്ലേ? അപ്പോൾ സുന്ദരയ്യ 75 തന്നെ RSSുമായി സഹകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് രാജിക്കത്ത് P സുന്ദരയുടെ രാജിക്കത്ത് തങ്ങൾക്കെതിരെയുള്ള ഒരു ആരോപണമായി വരുമെന്നറിയുന്നതുകൊണ്ട് അനിൽകുമാർ സ്ഥിരമായി ചെയ്യുന്നത് പോലെ അത് അങ്ങെടുത്ത് ആദ്യം പുറത്തിട്ടു. ആ രാജിക്കത്ത് കൃത്യമായിട്ട് വായിക്കണ്ടേ? ആ രാജിക്കത്തിൽ എന്താ പറയുന്നത്? My resignation is due to the fact that the CC majority has decided for joint actions with pro-imperialist Janasangh, with paramilitary fascist stormtrooper like RSS. RSSുമായി സഹകരിക്കാൻ വേണ്ടി CC എടുത്ത തീരുമാനത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള എൻ്റെ രാജി എന്ന് P സുന്ദരയ്യ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പറഞ്ഞത്. പിന്നെ RSSുമായി സഹകരിച്ചിട്ടില്ല, നിങ്ങൾ സഹകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയും? സുന്ദരയ്യ നുണ പറഞ്ഞതാണോ? നിങ്ങളുടെ അന്നത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, അക്കാലത്തെ ഏറ്റവും ശീർഷനായിട്ടുള്ള നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൽ പങ്കെടുത്തുള്ള ഒരു നേതാവ് നുണ പറഞ്ഞതാണോ? എങ്കിൽ നിങ്ങൾ അത് പറയണം. P സുന്ദരയ്യ പരസ്യമായി രാജിക്കത്ത് എഴുതി കൊടുത്തതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അതൊക്കെ രാജ്യവ്യാപകമായി RSSനെതിരെയുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണ് RSSനെയും ജനസംഘത്തെയും ജനതാ പാർട്ടിയെയും ഒക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ RSSന് CPM ഡോർ തുറന്നു കൊടുത്തപ്പോൾ രാജ്യവ്യാപകമായി RSSനും ജനസംഘത്തിനുള്ള ഡോർ അടച്ചത് കോൺഗ്രസ് ആയിരുന്നു. അത് മറക്കരുത്. ശരി, അല്ല നമുക്ക് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതടക്കമുള്ള വിഷയങ്ങൾ അടുത്ത റൗണ്ടിൽ വരാം. BJPയുടെ കൂടി അഭിപ്രായം കേട്ടതിന് ശേഷം ശ്രീ വി ഗോപാലകൃഷ്ണൻ, സാധാരണ നിലയിൽ ഉപതെരഞ്ഞെടുപ്പുകളും മറ്റ് തെരഞ്ഞെടുപ്പുകളും ഒക്കെ നടക്കുമ്പോൾ BJPയുടെ വോട്ട് ആര് വാങ്ങും അല്ലെങ്കിൽ ആർക്ക് പോകും തുടങ്ങിയതാണ് ചർച്ച. എങ്കിൽ ഇതിപ്പോൾ ചരിത്രത്തിൽ ആരാണ് RSSുമായി അല്ലെങ്കിൽ ജനസംഘവുമായി അല്ലെങ്കിൽ BJPയുമായി സന്ധി ചെയ്തത് എന്ന ചരിത്രത്തെ ചൊല്ലിയുള്ള ചർച്ച കാര്യമായി പിടിക്കുകയാണ്. അതിലിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞതോടെ ഹൈ വോൾട്ടേജിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും അങ്ങോട്ടും നിങ്ങളാണ് എന്ന് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് RSS സഹകരണത്തിൽ. RSSകാർക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം RSSും BJPയും എല്ലാം ഒരു RSS സെൻട്രിക് BJP സെൻട്രിക് പൊളിറ്റിക്സിലേക്ക് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും മാറുന്നു. മറ്റെല്ലാ സംസ്ഥാനങ്ങളും നേരത്തെ മാറിയിട്ടുണ്ട്, കേരളം ഇപ്പോൾ മാറുന്നു. പക്ഷേ ആ അഭിമുഖത്തിൽ ഞാനൊരു തമാശയായിട്ടാണെങ്കിലും പറയട്ടെ, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അഭിലാഷ് മോഹൻ്റെ ആശ്ചര്യത്തോടു കൂടിയിട്ടുള്ള, നിരാശയിൽ നിന്നാണോ എന്നറിയില്ല, ഇനിയും ഫാസിസ്റ്റ് സംഘടന എന്ന RSSനെ വിളിക്കാൻ പറ്റില്ലല്ലോ എന്ന ഒരു നിരാശയുടെ ആശ്ചര്യം ആ മുഖത്ത് പ്രകടിച്ചിരുന്നു. ഒരു മിനിറ്റ് നേരം സ്തബ്ധനായി പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചേർന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരായാലും ഒന്ന് ഷോക്ക്ഡായി പോവില്ലേ? അത്രേ ഉള്ളൂ. ഇപ്പൊ നിരാശയ്ക്ക് എന്തിനാ? അതെ, അല്ലല്ല, ഈ RSSനെ സ്ഥിരം ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നവരാണല്ലോ നിങ്ങളിൽ പലരും.
അവർക്കൊരു സെക്കൻഡ് നേരത്തെ നിരാശ ഉണ്ടായോ എന്നൊരു സംശയം എനിക്ക്. അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. പോട്ടെ, ഞാൻ പലപ്പോഴും ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഒരു സെലക്റ്റീവ് അമിനീഷ്യ, ഒരു അമിനീഷ്യ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഈ CPI മാറിയിട്ടുണ്ടോ? മിന്നാമിനിങ്ങിൻ്റെ സ്വഭാവമാണ്. ഇടയ്ക്കിടയ്ക്ക് സത്യം പറയും, ഇടയ്ക്കിടയ്ക്ക് സത്യം പറയുള്ളൂ. ഇപ്പോൾ സവർക്കറെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ അനിൽകുമാറൊക്കെ സവർക്കറെ കുറിച്ച് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കി, ബ്രിട്ടീഷുകാരൻ്റെ അടിമപ്പണി ചെയ്തു എന്നൊക്കെയാണ്. 1980 EMS നമ്പൂതിരിപ്പാട് എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, ആ പുസ്തകത്തിൽ 224-ാമത്തെ പേജിൽ വിപ്ലവകാരിയുടെ രാജകുമാരൻ, ആ രീതിയിൽ അർത്ഥം വരുന്ന രീതിയിലാണ് EMS നമ്പൂതിരിപ്പാട് സവർക്കറെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് പിന്നീട് വന്നപ്പോൾ അത് മാറി പിന്നീട് വന്ന സമയത്ത് ഇതേപോലെ ധാരാളം സംഭവങ്ങളുണ്ട്. അതിലൊരു മറ്റൊരു, ഞാൻ പ്രസന്റ് കോണ്ടസ്റ്റിലേക്ക് വരാം, ഞാൻ ചരിത്രം മുഴുവൻ പോകുന്നില്ല. ഇപ്പോഴത്തെ കോണ്ടസ്റ്റിലേക്ക് വന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ വലിയ എതിർപ്പാണ് കോൺഗ്രസുമായി. ജമാഅത്തെ ഇസ്ലാമി കൂടി. ജമാഅത്തെ ഇസ്ലാമി രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണ്, ഭരണഘടനയെ എതിർക്കുന്ന പ്രസ്ഥാനമാണ്. പക്ഷേ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് ഈ പല സ്ഥലങ്ങളിലും, മുക്കം, കോഴിക്കോടടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇവർ പങ്കുചേർന്ന് ഭരിച്ചത്. ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവർ കൂടാൻ വേണ്ടിയിട്ട് പല സമയങ്ങളിലും ശ്രമിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇന്ന് ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്നത്തെ കാര്യം പറയാം. ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഇന്ന് നടക്കുമ്പോൾ അഭിലാഷ് മോഹൻ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിവസം, നാളെ തെരഞ്ഞെടുപ്പാണ്, ഇന്നിപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ നിശബ്ദ പ്രചരണമാണ് ഈ നിലമ്പൂരിലും അതേപോലെ കൽക്കട്ടയിലെ കാളിഘട്ടിലും. ജനാധിപത്യം സംരക്ഷിക്കാൻ RSS അടിയന്തരാവസ്ഥയിൽ RSSുമായി ചേർന്നു. ശരി, ഇന്ന് ജനാധിപത്യം സംരക്ഷിക്കാൻ ബംഗാളിൽ കോൺഗ്രസ് ആയിട്ടാണ് ചേർന്നിരിക്കുന്നത് CPM. കാളിഘട്ടിൽ ആരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് CPM പ്രവർത്തിക്കുന്നത്? ഇത് വളരെ പ്രകടമല്ലേ, വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ? മഹാരാഷ്ട്രയിലേക്ക് വന്നാലോ, ഇന്നലെ വരെ തീവ്രമായ, വളരെ തീവ്രമായിട്ടുള്ള എന്താ പറയുക, മഹാരാഷ്ട്രീയവാദവും ഹിന്ദുത്വവാദവും ഒക്കെ ഉന്നയിച്ച ശിവസേനയ്ക്കെതിരെ എന്തൊരു ആരോപണമായിരുന്നു. ആ ശിവസേന ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് മാറി, ആ ശിവസേനയെ കൂടെ കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനയെ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായും പരസ്യമായും തലയിലും ഉണ്ടിട്ട് കോൺഗ്രസും തലയിലും ഉണ്ടിടാതെ CPMും ഒക്കെ സൗകര്യപൂർവ്വം ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ, ഇത് വെറുതെ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ഇത് വേണ്ട, കാരണം പിണറായി വിജയൻ പുസ്തകമായിട്ട് വന്നേ. അതുകൊണ്ട് ഞാനും ഈ ചർച്ചയിൽ ദ ഫോർമേഷൻ ഓഫ് ജനസംഘ് എന്ന് പറയുന്ന ഒരു പുസ്തകവുമായിട്ടാണ് വന്നത്. അഭിലാഷ് മോഹൻ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഈ പുസ്തകത്തിൽ വളരെ കൃത്യമാണ്. ഈ പുസ്തകത്തിൽ 1967 UPയിൽ, ബീഹാറിൽ, പഞ്ചാബിൽ, മധ്യപ്രദേശിൽ, ഹരിയാനയിൽ CPIയും മാത്രമല്ല കോയിലേഷൻ ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഒരുപക്ഷെ ബീഹാറിലെ ഫസ്റ്റ് ഓപ്പോസിഷൻ ഗവൺമെൻറ്റാണ്. അവിടെയൊക്കെ തന്നെയും ഈ ജനസംഘവുമായി കൂട്ടിച്ചേർന്നതാണ് ഈ CPM. പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്താ? 100 ദിവസം, ഞാനൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ കേട്ടോ, 100 ദിവസം ആശാ വർക്കർമാർ സമരം ചെയ്തിട്ടും മിണ്ടാത്ത പിണറായി വിജയൻ. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും, പല കാര്യങ്ങൾ സമരങ്ങളും നടക്കുമ്പോഴും, പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഒരക്ഷരം പോലും പറയാത്ത പിണറായി വിജയൻ ഇന്നിപ്പം വളരെ പെട്ടെന്ന് വന്ന RSSനെ ഇങ്ങനെ നഖശിഖാന്തം തെറി വിളിച്ചതിൻ്റെ അടിസ്ഥാനം എന്താ? ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറത്തെ മുസ്ലിം വോട്ടാണ്. ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. മലപ്പുറത്തെ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയാശങ്കയാണ്. അല്ല, ശരി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇപ്പം തീർക്കാം. RSS എന്ന് പറയുന്ന RSSനെ ഒരു ആയുധമാക്കി ചിത്രീകരിച്ച് മുസ്ലിം വോട്ടുകൾ നേടുക. ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞ് അവിടെയാണ്. കാരണം ഈ പഹൽഗാമിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതത്തിൽ ഒരു ആത്മവിശ്വാസം, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഇടയിൽ, എല്ലാവരുടെയും ഇടയിലുണ്ട്. ആ ആത്മവിശ്വാസത്തെ ചോർത്തിയെടുത്ത് ഹിന്ദുവിന്റെ വോട്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ വളരെ പെട്ടെന്ന്
ഇതിന്റെ കാലം കഴിഞ്ഞു അഭിലാഷേ. കാര്യം ഞാൻ പറഞ്ഞേ, ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. അവസരം വരുമ്പോൾ അവരോടും ഇവരോടും സഖ്യം ചെയ്ത് എങ്ങനെയും അധികാരം നിലനിർത്താനുള്ള അടവ് തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഒരു സത്യം പറഞ്ഞു എം വി ഗോവിന്ദൻ. മിന്നാമിനിങ് ഇടക്കിടക്ക് പ്രകാശിക്കുന്നത് പോലെ ഒരു മിന്നാമിനിങ്ങിന്റെ രാഷ്ട്രീയമാണ് CPM-ന്റെ രാഷ്ട്രീയം. ഇടക്കിടക്ക് സത്യം പറയും. അങ്ങനെ ഒരു സത്യമാണ് ഇപ്പൊ പറഞ്ഞത്. ശരി, ഓക്കെ. ഇവിടെ ഇപ്പോ നമ്മൾ ഇനിയും ചരിത്രം പറഞ്ഞു പോയാൽ ഇപ്പൊ നിങ്ങൾ മൂന്ന് കൂട്ടർക്കും പറയാനുള്ള ചരിത്രം ഉണ്ടാവും, എനിക്ക് പറയാനുള്ളതുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ രാഷ്ട്രീയ ചരിത്രം പല ഘട്ടങ്ങളിൽ പല കോയിലേഷനുകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എം വി ഗോവിന്ദൻ മാഷുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് നെസസിറ്റി എന്നുള്ളതാണ്. അദ്ദേഹം അത് എഗ്രി ചെയ്തു. അപ്പോൾ രാഷ്ട്രീയമായ ഇത്തരത്തിലുള്ള അനിവാര്യതകളിൽ ചില കോയിലേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ചരിത്രം പറയുന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ, കറന്റ് പൊളിറ്റിക്കൽ സെനാരിയോ ചോദിക്കാൻ ശ്രീ കെ അനിൽകുമാർ, ഈ ഇന്റർവ്യൂവിലെ ഈ പരാമർശം കൊണ്ട് എന്തൊക്കെ സംഭവിക്കും? നോക്കൂ, ഇപ്പോൾ ഞാൻ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു കേട്ടോ 3-4 ദിവസം. ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രചരണ യോഗങ്ങൾ കേൾക്കാൻ പോയി. മുഖ്യമന്ത്രിയുടെ പ്രചരണ യോഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങി 2-ാമത്തെയോ 3-ാമത്തെയോ മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. അതായത് നിലമ്പൂരിൽ CPM-ന്റെ സ്റ്റാർ ക്യാമ്പയിനർ ആദ്യം പ്രസംഗിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. അതിൽ തന്നെ അദ്ദേഹം ഊന്നുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ഇതര മുസ്ലിം സംഘടനകൾ, ലീഗ് അടക്കം മാറ്റി നിർത്തിയിരുന്നു, പാണക്കാട് തങ്ങന്മാരടക്കം മാറ്റി നിർത്തിയിരുന്നു, അസ്പർശ്യത ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ഇപ്പോൾ സ്വീകരിക്കുകയാണ് ലീഗും കോൺഗ്രസും തുടങ്ങിയ അങ്ങനെ ആ വിമർശനം അങ്ങ് നീണ്ടുപോകും. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൻ്റെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാണിച്ച് UDF-ന് അനുകൂലമാവുന്ന വോട്ടുകൾ പരമാവധി LDF-ലേക്ക് മാറ്റുക, മുസ്ലിം സമുദായത്തിൽ നിന്നും പുറത്തുനിന്നും എന്നുള്ളതാണല്ലോ സ്വാഭാവികമായും, പ്രത്യേകിച്ച് സുന്നികളുടെയൊക്കെ വോട്ട്. പക്ഷേ ഈ പരാമർശം RSS-ഉമായും ഞങ്ങൾ ചേർന്നിരുന്നു എന്ന് വരുന്നതോടുകൂടി RSS വിരോധം എന്നുള്ളതൊരു റാലിയിങ് പോയിന്റാണ്. RSS വിരുദ്ധരായ എല്ലാവരുടെയും റാലിയിങ് പോയിന്റാണ്. ഇത്രയും നാൾ ഇങ്ങനെ ഇതാ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന സാധനം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് ഇല്ലാതായി പോയോ? നേരെ തലതിരിഞ്ഞു പോയോ? ആദ്യം ഞാൻ ഇന്നത്തെ ചർച്ചയിൽ ഒരു സന്തോഷകരമായ കാര്യം പറയുകയാണ്. ഒരേ സമയം 2 RSS-കാരോട് സംവദിക്കാൻ എനിക്കൊരു അവസരം തന്നതിന് അഭിലാഷ് മോഹന് നന്ദി പറയുന്നു. കാരണം ബഹുമാനപ്പെട്ട B. ഗോപാലകൃഷ്ണൻ RSS-കാരൻ ഉപേക്ഷിച്ചു കേട്ടോ. സന്ദീപ് വാര്യരും നല്ല അല്ല, അത് ഞാൻ വായിച്ചില്ല ഇതുവരെ. RSS-ൽ നിന്ന് രാജിവെച്ചതായി സന്ദീപ് വാര്യർ നാളെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് സന്ദീപ് വാര്യർ RSS-ൽ നിന്ന് രാജിവെച്ചതായി ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? RSS-ഉമായി സഹകരിച്ചതിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം കേരള സമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തത്? RSS-ൽ നിന്ന് രാജിവെക്കാതെ എങ്ങനെ കോൺഗ്രസ് ചേരാനാകും? ഇന്നത്തെ ഈ വിഷയത്തിനകത്ത് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. RSS-ൽ നിന്ന് രാജിവെക്കാത്ത ഒരാൾക്ക് കോൺഗ്രസിൻ്റെ വക്താവായി ഇവിടെ വരാം. ഇതാണ് ഇന്ത്യയിലെ RSS ഒരേപോലെ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കാൻ ആളെ വിടുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട B. ഗോപാലകൃഷ്ണൻ ഒരു ചരിത്രം പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ ഒരു പുസ്തകം പറയാം. നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവചിക്കപ്പെടുന്നു. 1938 ഗോൾവാക്കർ എഴുതിയ പുസ്തകമാണ്. ആ ഗോൾവാക്കറുടെ ജന്മശതാബ്ദിക്ക് തപാൽ സ്റ്റാമ്പ് ഇറക്കിയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ഇന്ദിരാഗാന്ധി ഗുരുജി ഗോൾവാക്കറുടെ സ്റ്റാമ്പ് ഇറക്കിയവരാണ് കോൺഗ്രസ്. അത് എടുത്തു പറഞ്ഞ ആളാണ് ആര്? മൻമോഹൻ സിംഗ്, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി. ഈ ഗോൾവാക്കറുടെ ഇതിന് ഞങ്ങളെ സ്റ്റാമ്പ് ഇറക്കി കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചരിത്രം പഠിക്കുക. അപ്പോൾ ചരിത്രത്തിനകത്ത് വികൃതമായി നിൽക്കുന്ന കോൺഗ്രസ്സാണ്. ആ പുസ്തകത്തിന്, RSS-ൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിന് മുഖവരി എഴുതിയ MS സാനോയി കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൻ്റെ ഒരു ദേശീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അതിന് മുഖവരെ തന്നെ പറയണു. അദ്ദേഹം സമ്മേളനത്തിരക്കലായതുകൊണ്ട് ഈ പുസ്തകത്തിന് മുഖവരെ എഴുതി തരാൻ താമസിച്ചു പോയി. എങ്കിലും അദ്ദേഹം എഴുതി തന്നല്ലോ, നന്ദി. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ RSS ഒരേ സമയം കോൺഗ്രസ്സിലും ആളെ വിട്ടിട്ടുണ്ട്, BJP-യിലും ആളെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യർ RSS-ന് രാജിവെക്കാതെ കോൺഗ്രസ്സിൽ പോയി. ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ RSS-ൽ തുടർന്നുകൊണ്ട് തന്നെ BJP-യിൽ പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, 84-ലെ ഇന്ദിരാവധത്തെ തുടർന്ന് RSS ആരുടെ കൂടിയായിരുന്നു. എന്തുകൊണ്ട് BJP 2 സീറ്റിൽ ഒതുങ്ങി? RSS വോട്ട് ചെയ്ത ആർക്കാണ്? എന്തുകൊണ്ടാണ് രാജീവ് ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശിലാന്യാസം അനുവാദം കൊടുത്തത്? എന്തുകൊണ്ടാണ് അത് തുറന്നു കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ 1989-ലെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തത് വയനാട്ടിൽ നിന്നല്ല, ഉദ്ഘാടനം ചെയ്തത് ഫൈസാബാദിൽ നിന്നാണ്, അയോധ്യയിൽ നിന്നാണ്. ഈ ചരിത്രം നാട്ടിലെ ആളുകളോട് വർത്തമാനം പറയാൻ ഞങ്ങൾക്കൊരവസരം ഉണ്ടായി, ഞങ്ങൾ തല കുമ്പിടുവോ? പിന്നെ ഗോൾവാക്കറുടെ പേര് പറഞ്ഞല്ലോ, ഞാനൊന്ന് ബഹുമാനിച്ചോട്ടെ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ.
അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ പറയാം, ഇന്ത്യ ചരിത്രം 6 സുവർണാധ്യായങ്ങൾ. അതിൽ അദ്ദേഹം ഒരു വാചകം ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികൾ, സവർക്കറുടെ, യു ആർ കറക്റ്റ്, അതിലൊരു ഭാഗം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികൾ അമ്പലങ്ങളിൽ തകർത്തിട്ട് അവിടുത്തെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് ടോയ്ലറ്റുകളിൽ, മുഗൾ ഭരണാധികാരികളുടെ ടോയ്ലറ്റുകളിലെ ചവിട്ടുപടിയാക്കി. ഇത്ര നിന്ദ്യമായിട്ട് വർഗീയത എഴുതി വെച്ച ഒരാൾ ഇന്ത്യ ചരിത്രത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? സവർക്കർ അല്ലാതെ. ആ സവർക്കറുടെ രാഷ്ട്രീയത്തിന് മാന്യത കൊടുക്കുന്ന നിലപാടാണ് കോൺഗ്രസ് ഇന്ത്യ ചരിത്രത്തിലെടുത്തത്. ആ മാന്യത കൊടുക്കുന്ന നിലപാടാണ് ഇന്ന് BJP എടുത്തുകൊണ്ടിരിക്കുന്നത്, ആർലേക്കർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ജയിലിൽ കിടന്നൊരു ഘട്ടത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട B. ഗോപാലകൃഷ്ണൻ തെറ്റു പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. എന്താ തെറ്റു പറഞ്ഞത്? 67 CPM അവിടെ സുന്ദരയ്യ CPM സെക്രട്ടറി ആയിരിക്കുമ്പോൾ BJP അന്നത്തെ ജനസംഘമായിട്ട് കൂട്ടുചേർന്നിരുന്നെങ്കിൽ, ബംഗാളി കൂട്ടുചേർന്നിരുന്നെങ്കിൽ സുന്ദരയ്യ പിന്നെ 10 കൊല്ലം കൂടെ തുടരുമോ? നിങ്ങളിവിടെ പറഞ്ഞതെന്താ? സുന്ദരയ്യ 77 രാജിവെച്ച് പോയി. എന്തിനാ രാജിവെച്ചത്? RSSുമായി ജോയിൻ്റ് ആക്ഷൻ ആകാമോ എന്ന ചോദ്യത്തിനകത്ത് പൊതുസമരമാകാം എന്നൊരു നിലപാട് കേന്ദ്ര കമ്മിറ്റി എടുത്തു, രാജിവെച്ചു. 77 കാര്യമാണ് പറയണത്, അല്ല 76 കാര്യമാണ് പറയുന്നത്. തിരിച്ചുള്ള ചോദ്യം എന്താണ്? 67 തന്നെ മുന്നണി ഉണ്ടെങ്കിൽ ഈ സുന്ദരയ്യ പിന്നെ 10 കൊല്ലം ഇരിക്കുമോ? നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി കള്ളം പറയരുത്, നുണ പറയരുത്. ഉത്തർപ്രദേശിലെ 67, ജനസംഘ് 98, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി 44, JC 21, CPI 14, സ്വതന്ത്ര പാർട്ടി 12, PSP 11, RP 9, CPM 1, സ്വതന്ത്രർ 22. അന്നത്തെ കക്ഷിനിൽ 1967 അതുപോലെ പഞ്ചാബിൽ അകാലിദളിന്റെ ആദ്യത്തെ മന്ത്രിസഭ വരുമ്പോൾ മുന്നണി കൺവീനർ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു. അകാലിദളിന് 24, ജനസംഘത്തിന് 9 സീറ്റ്, CPMന് 3 സീറ്റ്. CPI മന്ത്രിസഭയിലും ചേർന്നു. സത്യപാൽ ഡാങ് പഞ്ചാബിലെ ഭക്ഷ്യമന്ത്രിയായി. ഒരിക്കലുമില്ല. CPMന്റെ ഒരു മെമ്പറും ഇന്ത്യ രാജ്യത്തെ ഒരു മന്ത്രിസഭയിലും ചേർന്നിട്ടില്ല. CPMന്റെ ഒരു അംഗവും ഇന്ത്യ രാജ്യത്തെ CPM ആരും ചേർന്നിട്ടില്ല. ഞാൻ CPMന് വേണ്ടി സംസാരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറയാം, ജമാഅത്തെ ഇസ്ലാമി, ഈ ജമാഅത്തെ ഇസ്ലാമി എന്തിനാണ് RSSുമായിട്ട് ചർച്ചയ്ക്ക് പോയത്? ജമാഅത്തെ ഇസ്ലാമി എന്തിനാണ് RSSുമായിട്ട് ചർച്ചയ്ക്ക് പോയത്? നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അടുത്ത റൗണ്ടിലേക്ക് ഇടവേള അനിവാര്യമാവുന്നു. അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയിലേക്ക് വേണം, ചരിത്രത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇവിടെ അത് അനിവാര്യമായിരിക്കുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ താങ്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് RSSകാർക്ക് കോൺഗ്രസിലും BJPയിലും മറ്റ് പാർട്ടികളിലും ഒക്കെ മാറി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല, പക്ഷേ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും അതാണ്. ഇന്ദിരാഗാന്ധിക്ക് വിവിധ ഘട്ടങ്ങളിൽ RSS കൊടുത്തിട്ടുള്ള പിന്തുണ 1980 ചൂണ്ടിക്കാണിക്കുന്നു. അവരുടെ മരണത്തിന് ശേഷം 84 രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് ബാലാസാഹിബ് ദേവറസും RSSന്റെ സർസംഘചാലകും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സഖ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രഹസ്യ ചർച്ചയുടെ വഴികൾ ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് മാധ്യമപ്രവർത്തകരും റഷീദ് കിദ്വായി മുതൽ നീർജ ചൗധരി വരെ അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുള്ളത് 84 രാജീവ് ഗാന്ധി 404 സീറ്റ് നേടി ജയിച്ചപ്പോൾ ഓർഗനൈസർ അത് ദ ട്രയംഫ് ഓഫ് ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ടാണ് ആഘോഷിച്ചത് എന്ന് മാത്രമല്ല BJP അവർ റെനിഗേറ്റ്സ്, കുലം കുത്തികൾ എന്നാണ് വിളിച്ചതും. അപ്പോൾ വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്നും RSSന് പിന്തുണ നൽകാം അല്ലേ, അല്ലെങ്കിൽ RSSനെ തിരിച്ചും? അല്ല, ഞാനത് ആദ്യം അനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ. അദ്ദേഹം ഈ 6 മാസം മുമ്പ് ഞാൻ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നതിനെക്കുറിച്ച് ഈ രീതിയിലുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞല്ലോ. എന്തായാലും ഞാൻ അതിനെ പുച്ഛിച്ച് തള്ളാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അനിൽകുമാർ CPMലെ എത്രയോ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളും അതല്ലെങ്കിൽ കീഴ്ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളും പ്രവർത്തിക്കുന്ന ഒരാളാണ് AK ബാലൻ. അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അല്ല, AK ബാലനെ അപേക്ഷിച്ച് അദ്ദേഹം വളരെ ചെറിയ ആളാണ്. അപ്പോൾ ഞാൻ കോൺഗ്രസിൽ ചേർന്നതും എൻ്റെ മതേതര ക്രെഡൻഷ്യൽസ് സംബന്ധിച്ചും AK ബാലൻ നൽകിയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് AK ബാലട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിലും വലിയൊരാളല്ല അനിൽകുമാർ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് ചേരുന്നതിന് മുമ്പ് സംഘപരിവാറുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും വിജയിച്ച് പരസ്യമായി അതിനെ തള്ളിപ്പറയുകയും ഞാൻ പൂർണ്ണമായിട്ടും RSS മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയെ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ മതേതര ഐഡിയോളജി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് RSSനെതിരായിട്ട് BJPക്കെതിരായി നിരന്തരമായി പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ CPMനകത്തിരുന്നു കൊണ്ട് RSSന് വേണ്ടി സംസാരിക്കുന്ന, RSS ഭാഷയിൽ സംസാരിക്കുന്നയാളാണ് അനിൽകുമാർ. മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിച്ചത് CPMന്റെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് പ്രസംഗിച്ച ആളല്ലേ അനിൽകുമാർ? ഏതിനകത്തിരുന്നുകൊണ്ട്? CPMനകത്തിരുന്നുകൊണ്ട് RSSന്റെ ഭാഷയിൽ പ്രസംഗിച്ച ആളാണ് അയാൾ. എനിക്ക് സെക്യുലർ സർട്ടിഫിക്കറ്റ് തരണ്ട കേട്ടോ. നിങ്ങളുടെ സെക്യുലർ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എന്നെ കോൺഗ്രസ്സുകാരനായിട്ട് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തിട്ടുണ്ട്, UDF ഏറ്റെടുത്തിട്ടുണ്ട്. അതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് ഇനി AK സെന്ററിൽ നിന്ന് കിട്ടാനില്ല. അതവിടെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളും നോക്കൂ. ഈ
എന്ത് പച്ചക്കള്ളവും പച്ച നുണയും വിളിച്ചു പറയാൻ അശേഷം മടിയില്ലാത്ത അങ്ങേയറ്റത്തെ ചർമ്മബലമുള്ള കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് CPM-കാരെന്ന് ഇന്നത്തെ സംഭവത്തോടെ തെളിഞ്ഞിരിക്കുകയല്ലേ. MV ഗോവിന്ദൻ രാവിലെ കൃത്യമായി അഭിലാഷിനോട് പറയുന്നു RSS-ഉമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ എല്ലാം വിഷ്വൽ നിങ്ങളുടെ കൈവശം ഇരിക്കുന്നു. ഇപ്പം അനിൽകുമാറും അത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. P. സുന്ദരയ്യയുടെ കത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ കത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. Marxist.org എന്ന് പറയുന്ന വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വെബ്സൈറ്റിൽ P. സുന്ദരയ്യയുടെ കത്ത് കിടക്കുന്നുണ്ട്. ആ കത്തിൽ കൃത്യമായി അച്ചടിച്ചിട്ടുണ്ട് RSS-ഉമായി ബന്ധത്തിന്റെ പേരിൽ ഞാൻ പുറത്തു പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ അനിൽകുമാർ നിഷേധിക്കുന്നു, ഏറ്റെടുക്കുന്നില്ല. പിന്നെ 67 സംയുക്ത വിധായക ദളിന്റെ കാര്യം പറയുമ്പോൾ പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആ മുന്നണിയുടെ കൺവീനറായി എന്ന് പറയുമ്പോൾ അനിൽകുമാർ അംഗീകരിക്കുന്നില്ല. ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം പോലും 10 മണിക്ക് മാറ്റി പറയുന്ന ആളുകൾ എങ്ങനെയാണ് 67 കാര്യം അംഗീകരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് 77 കാര്യം അംഗീകരിക്കാൻ പോകുന്നത്? ഇനി 89 ജ്യോതി ബസുവും വാജ്പേയിയും പിന്നെ സുർജിത്തും എല്ലാവരും കൈ കോർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ടില്ല ചിത്രം. 89 എന്ത് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു? അന്ന് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നോ? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ രാജീവ് ഗാന്ധിക്ക് അനുകൂലമായി RSS നിലപാട് സ്വീകരിച്ചു. അതേ രാജീവ് ഗാന്ധി അധികാരത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ RSS-ഉമായി ചേർന്നത്, RSS-ന്റെ പിന്തുണ സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ വെറുതെ ഇങ്ങനെ എന്താ പറയുക, ജനങ്ങൾ വിഡ്ഢികളാണെന്ന് അനിൽകുമാറും CPM-ഉം കരുതരുത്. നിങ്ങൾ എത്രയോ കാലമായി ദേശീയ തലത്തെ RSS-ഉമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്. നിങ്ങൾ മുന്നണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും അടൽ ബിഹാരി വാജ്പേയിയുടെ വീട്ടിലോ സുർജിത്തിന്റെ വീട്ടിലോ വൈകുന്നേരം ചായ കുടിച്ചിരുന്നവരാണ്, ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നവരാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? ഇനി 77 പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ ശിവദാസ് മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് LK അദ്വാനി ഹിമാചൽ പ്രദേശിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ കെട്ടിയ കൊടികളൊക്കെ ദീപശിഖ അന്നത്തെ ജനസംഘത്തിന്റെ ചിഹ്നമായിട്ടുള്ള ദീപമുള്ള കാവിക്കൊടികളായിരുന്നു. ആ കാവിക്കൊടി കെട്ടിയിട്ടാണ് ശിവദാസ് മേനോന് വേണ്ടി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ LK അദ്വാനി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതൊക്കെ പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ജീവിച്ചിരിക്കുന്നുണ്ട്. അതേപോലെ വേറെയും പരസ്യമായിട്ടുള്ള കാര്യമില്ല. ഇപ്പൊ 77 പാലക്കാടിന്റെ കാര്യം പറയുന്നു. 80 ആരായിരുന്നു കാസർഗോഡ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി? ഞാൻ അതിലേക്ക് വരാം അഭിലാഷേ, ദേശീയ തലത്തിൽ 80 കോൺഗ്രസ് ആരെയാ പരാജയപ്പെടുത്തിയത്? കോൺഗ്രസ് ഏത് രാഷ്ട്രീയത്തിനെതിരെയാണ് നിന്നത്? 80 ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചറിവുണ്ടായിട്ടുള്ള ഇലക്ഷനാണ്. RSS അടക്കം എല്ലാ കക്ഷികളും ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ RSS-ഉമായി സഖ്യം ഉണ്ടാക്കി എന്നൊരു ഒരു നട്ടാൽ കിളിക്കാത്ത നുണ പറഞ്ഞിട്ട് രാമണ്ണറയായിരുന്നു CPM-ന്റെ സ്ഥാനാർത്ഥി. പിന്നെയുള്ള സ്ഥാനാർത്ഥി O. രാജഗോപാലാണ്. M. രാമണ്ണറയും O. രാജഗോപാലും തമ്മിലാണ് കാസർഗോഡ് മത്സരം നടന്നത്. അപ്പൊ പിന്നെ ബാക്കി ആളുകൾ എവിടെ പോയി? അഭിലാഷ് അങ്ങനെയല്ല ചരിത്രം. 80 മൊറാർജി ദേശായി അടക്കമുള്ള ജനതാ പാർട്ടി കുറെ സ്പ്ലിറ്റ് കഷ്ണങ്ങളായല്ലോ. മൊറാർജി ദേശായി അടക്കമുള്ള ജഗ്ജീവൻ റാം അടക്കമുള്ള കഷ്ണത്തിന്റെ ഒപ്പമായിരുന്നു ഇവിടെ അരങ്ങിൽ ശ്രീധരൻ അടക്കമുള്ള ആളുകൾ സോഷ്യലിസ്റ്റുകാർ ഉണ്ടായിരുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ദേശീയ തലത്തിൽ RSS വിരുദ്ധ പോരാട്ടം കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന അർത്ഥമില്ല. ഇന്ദിരാഗാന്ധി ആരെ പരാജയപ്പെടുത്തി അധികാരത്തിൽ 80 കോൺഗ്രസ് കോൺഗ്രസ് ആരെ പരാജയപ്പെടുത്തിയിട്ട് അധികാരത്തിൽ വരുന്നത്? കോൺഗ്രസ് RSS-നെ പരാജയപ്പെടുത്തി. RSS മുന്നോട്ട് വെക്കുന്ന RSS ബാക്ക് ചെയ്തിട്ടുള്ള പാർട്ടികളെ പരാജയപ്പെടുത്തി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്ന തെരഞ്ഞെടുപ്പാണ് 80-ലേത്. എന്നിട്ട് നിങ്ങൾ RSS-ഉം കോൺഗ്രസും തമ്മിൽ സഖ്യമായിരുന്നു എന്ന് നട്ടാർ കേൾക്കാത്ത നുണ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ തമ്മിൽ തർക്കം എന്തിനാ? അന്ന് അരങ്ങിൽ ശ്രീധരനൊക്കെയാണെന്നേ അതിന്റെ നേതാവ്, അന്ന് സോഷ്യലിസ്റ്റുകളാണെന്നേ ആ പാർട്ടി നേതാവ്. പൂർണ്ണമായിട്ട് പറയട്ടെ, ഇവിടെ പറഞ്ഞ ബാക്കി ചില കള്ളങ്ങൾ പൊളിക്കാണ്ടെന്നേ. ഇവിടെ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ RSS അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടം നടത്തിയതിന്റെ കേമത്തൊക്കെ പറഞ്ഞു. RSS അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടം നടത്തിയതിന്റെ കേമത്തൊന്നും ഇവിടെ പറയണ്ട. അക്കാലത്ത് 2 കത്തുകൾ ഇന്ദിരാഗാന്ധിക്ക് അന്നത്തെ തൃതീയ സർസംഘചാലകായിട്ടുള്ള ദേവറസ് അയച്ചു. മാപ്പപേക്ഷ കണക്കെയുള്ള ലെറ്റർ ആയിരുന്നു. ആ ലെറ്റർ എന്താ പറഞ്ഞിരുന്നത്? ഇന്ദിരാഗാന്ധിയുടെ എല്ലാ നടപടികളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ദിരാഗാന്ധി തിരിച്ചൊരു മറുപടി പോലും കൊടുത്തില്ല. അതായിരുന്നു ഇന്ദിരയുടെ സ്റ്റാൻഡ്, RSS-നെതിരായിട്ടുള്ള സ്റ്റാൻഡ്. ഒരിക്കൽ പോലും RSS-നെയോ സംഘപരിവാറിനെയോ എതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങിയിട്ടില്ല. ഞങ്ങൾ എവിടെയും ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് RSS-ന്റെ നയങ്ങളോട് യോജിച്ചിട്ടില്ല, RSS-നോട് കൂട്ടുചേർന്നിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ RSS-ഉമായി ജനസംഘവുമായി BJP-യുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാത്ത ഒരേ ഒരു പാർട്ടി, ആ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എത്രയോ കാലങ്ങളായി അവരെ അതിന് ന്യായീകരണം കണ്ടെത്തിയിട്ടുണ്ടെന്ന് മാത്രം. ശരി, ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇപ്പോ ജനസംഘവുമായിട്ടോ RSS-ഉമായിട്ടോ ഒക്കെ കാലാകാലങ്ങളിൽ സഹകരിച്ചതാര് എന്നുള്ളതാണല്ലോ തർക്കം. ഇപ്പോൾ
BJPയെ പിന്തുണച്ചതുപോലെ അല്ലെങ്കിൽ BJPയെ പിന്തുണയ്ക്കുന്ന ഘട്ടങ്ങളിലും പിന്തുണയ്ക്കാത്ത ഘട്ടങ്ങളിലും RSS എടുത്ത നിലപാടെന്ത് തുടങ്ങിയവയൊക്കെ പഠന വിഷയങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ നേതാക്കൾ KG മാരാരും അതുപോലെ തന്നെ O രാജഗോപാലും ഒക്കെ K രാമൻപിള്ളയും ഒക്കെ ഈ രണ്ടു കൂട്ടരുടെയും പിന്തുണയിൽ തെരഞ്ഞെടുപ്പ് ഭാഗ്യപരീക്ഷണം നടത്തിയിട്ടുണ്ട്, വിജയിച്ചിട്ടില്ല, പറ്റിച്ചു എന്നാണ് പിന്നെ പാളിപ്പോയ പരീക്ഷണം എന്നൊക്കെയാണ് പിന്നീട് പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയതും. ഇപ്പോൾ ഒരു BJPക്ക് അകത്തു നിന്നുള്ള ഒരു വ്യൂ ഈ രണ്ടു കൂട്ടരെ കുറിച്ചും, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ സഖ്യങ്ങളെ കുറിച്ചാണ് കേട്ടോ, തെരഞ്ഞെടുപ്പിലെ പിന്തുണയെ കുറിച്ച് പറയാനുള്ളത് എന്താ? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. എനിക്കാരും RSS ആണെന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ RSS ആണ് എന്ന സർട്ടിഫിക്കറ്റ് എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ അഭിമാനത്തോടെ, അനിൽകുമാർ പറഞ്ഞല്ലോ RSSകാരനായി BJPയിൽ പ്രവർത്തിക്കുന്ന ആൾ, അനിൽകുമാറിനോട് പറയുന്നു അഭിമാനത്തോടെ ഞാൻ RSS ആണ് എന്ന് ഹൃദയത്തിൽ RSSനെ ബഹുമാനിച്ചും ആദരിച്ചും പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ പാർട്ടിയിൽ എനിക്ക് എന്തെങ്കിലും പദവി കിട്ടിയോ, എൻ്റെ പാർട്ടിയിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം എനിക്ക് കിട്ടിയോ, ഞാൻ ഏതെങ്കിലും വേദിയിൽ അധ്യക്ഷനായിട്ടിരുന്നോ, ഏതെങ്കിലും വേദിയിൽ എനിക്ക് പ്രസംഗിക്കാൻ കസേര കിട്ടിയോ, ഏതെങ്കിലും വേദിയിൽ കയറിയിരിക്കാൻ കസേര കിട്ടിയോ, ഇതൊന്നും യഥാർത്ഥ RSSകാർ നോക്കാറില്ല. ഹൃദയത്തിൽ RSS ഉള്ളവർക്ക് കസേര വേണ്ട, പദവി വേണ്ട, പ്രസംഗം വേണ്ട, അവർക്ക് ആശയമാണ്, ആദർശമാണ്. അതുകൊണ്ട് തുലനം ചെയ്യേണ്ട അനിൽകുമാറെ, ഞങ്ങളൊക്കെ ആശയത്തിലും ആദർശത്തിലും ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ആശയത്തെ ഉപേക്ഷിച്ച് വഴിയിലിട്ടിട്ട് അധികാരത്തിൻ്റെ പിന്നാലെ പോകുന്നവരല്ല RSS. RSSനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇന്ത്യയിൽ ഏത് സമയത്തും, ഇപ്പം ഇന്ദിരാഗാന്ധി RSSനെ പ്രശംസിച്ചിട്ടുണ്ട്. അതെപ്പോഴാണ്? അത് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത വെള്ളപ്പൊക്കം, മോർവി ദുരന്തം, അതുപോലെ രാജ്യത്തെ പിടിച്ചുകുലുക്കിയ പല സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള സഹായങ്ങളുമായി RSS രംഗത്ത് വരുന്നു. ഇപ്പം വിഭജന കാലഘട്ടത്തിൽ RSS എടുത്ത സേവന പ്രവർത്തനങ്ങളെ സർദാർ പട്ടേൽ അംഗീകരിച്ചല്ലോ. ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് RSS ബേസിക് RSS ആണല്ലോ. RSS എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദേശസ്നേഹികളുടെ, രാജ്യസ്നേഹികളുടെ പ്രസ്ഥാനമാണ്. ആ RSSൽ ഇന്നും തുടരുന്ന ആളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള B ഗോപാലകൃഷ്ണൻ. അതിനകത്ത് അനിൽകുമാറിന് ഒരു ശങ്കയുടെയും ആവശ്യം വേണ്ട. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നാളെ വോട്ടെടുപ്പാണ്. ഈ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ RSSനെ ഇങ്ങനെ ഉയർത്തിക്കാട്ടി വോട്ട് നേടാനുള്ള ലക്ഷ്യമാണ്. RSSും അതുപോലെ മറ്റു പല കാര്യങ്ങളും ഉയർത്തിക്കാട്ടി വോട്ട് നേടാനുള്ള പരിപാടിയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം അഭിലാഷ് മോഹനോട് പറയുകയാണ്, വളരെ വളരെ സത്യസന്ധവും ആത്മാർത്ഥവും വളരെ വളരെ അഭിമാനത്തോടും കൂടി പറയുകയാണ്. നിലമ്പൂർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വാക്ക് പോലും മതത്തിൻ്റെ പേരിലോ ഒരു വാക്കുപോലും മതപരമായിട്ടോ ജാതിപരമായിട്ടോ പറയാതെ നിലമ്പൂരിൻ്റെ വികസനം മാത്രം പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഒരു രാഷ്ട്രീയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ. നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിരവധി ഇൻ്റർവ്യൂകളും രാജീവ് ചന്ദ്രശേഖരൻ്റെ നിരവധി പ്രസംഗങ്ങളും പറഞ്ഞില്ലേ? ഒരു വാക്ക് പോലും മതമോ ജാതിയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഏർപ്പാടോ പറയാതെ നിലമ്പൂരിൻ്റെ വികസനം, ഈ രാജ്യത്തിൻ്റെ വികസനം മാത്രമാണ് ആ മനുഷ്യൻ പറഞ്ഞത്. എന്തേ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നിലമ്പൂരിൻ്റെ വികസനം പറഞ്ഞുകൂടാ? പണ്ടത്തെ കാലമൊക്കെ മാറി എൻ്റെ ചങ്ങാതികളെ. നിങ്ങൾ പോയിട്ട് ക്രിസ്ത്യാനികളെ ഇനിയും പറ്റിക്കാൻ പറ്റില്ല. കാരണം ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ പറ്റിച്ചു, ക്രിസ്ത്യാനികളെ ഇനിയും പറ്റിക്കാൻ അവർക്ക് വിവരം വന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. ഞാൻ ഇന്നലെ നിലമ്പൂരിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂട്ടിൽ ഞാൻ സഞ്ചരിച്ച് വലതു ഭാഗത്തുള്ള ഒരു തട്ടുകടയിൽ കയറി. ആ തട്ടുകട നടത്തുന്നത് കമറുദ്ദീൻ അതുപോലെ നഹീന എന്ന് പറഞ്ഞ ഒരു ദമ്പതികളാണ്. ഇന്നും ആ തട്ടുകടയുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചതാണ്. ആ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, സാറേ നിങ്ങൾ BJPക്കാരല്ലേ? ഞാൻ പറഞ്ഞു അതെ. സാറിന് ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ BJPക്ക് അനുകൂലമാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാരണം? ചോദിച്ചപ്പോൾ വേറൊന്നുമല്ല, അഭിലാഷ് മോഹൻ ഇനി നിലമ്പൂരിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്ന് പോയാൽ മതി. അവർ ആ ചായക്കടയുടെ അവരുടെ തട്ടുകടയുടെ മുന്നിൽ വച്ചിരിക്കുന്ന ചിത്രം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനത് ഫേസ്ബുക്കിൽ ഇടാൻ പോകുന്നുണ്ട്. ചിത്രം കാണിച്ചു. ആ ചിത്രത്തിൽ അഭിനന്ദനങ്ങളും നന്ദിയും നരേന്ദ്രമോദിക്ക്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ പദ്ധതി കൊണ്ട്
ഈ കേരളത്തിലെ എന്നോട് പറഞ്ഞതാണ് നിരവധി ആളുകളെ നമ്മൾ കണ്ടു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ പദ്ധതി കൊണ്ടാണ് ഞങ്ങളുടെ ചായക്കട നടക്കുന്നത്, ഞങ്ങൾ ജീവിതം കഴിക്കുന്നത്. മുസ്ലിം യുവതിയും മുസ്ലിം ചെറുപ്പക്കാരനും, പേര് കമറുദ്ദീൻ. ഞാൻ പറഞ്ഞു ഒരു ശരിയെന്ന് പറയുന്നതിന് മുമ്പ് ഒരു ഫാക്ട്സ് പറഞ്ഞോട്ടെ, കാരണം ഇവിടെ RSS ആണല്ലോ പ്രശ്നം, ഇവിടെ RSSന്റെ പേരിലാണല്ലോ പറയുന്നത്. ഞാൻ വീട് വീടാന്തരം കയറി സംസാരിച്ചു. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നരേന്ദ്രമോദിയെ ശ്ലാഘിക്കുകയാണ്. കാരണം ഞങ്ങളുടെ വിവാഹം 17 വയസ്സിൽ വിവാഹം കഴിക്കാതെ 21 വയസ്സ് വരെ വിവാഹത്തിൻ്റെ പ്രായം ഉയർത്തി, കഴിഞ്ഞില്ല, ട്രിപ്പിൾ തലാഖ് കൊണ്ടുവന്നു. ആ ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്ന ആ ചങ്ങലയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചത് BJP സർക്കാരാണ്. ഇവിടെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ല, എന്തായാലും ശരി, ഞങ്ങൾ മതം പറഞ്ഞിട്ടോ ജാതി പറഞ്ഞിട്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നിൽ പോയിട്ടോ PDP സഖ്യം ചേർന്നിട്ടോ ഒന്നുമല്ല ഞങ്ങൾ വോട്ട് ചോദിച്ചത്. ഞങ്ങൾ നിലമ്പൂരിന്റെ വികസനം പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്. ധൈര്യമുണ്ട് ഇവർക്കത് പറയാൻ, ഇവർക്ക് ധൈര്യമുണ്ട് പറയേണ്ടെന്ന്. അതൊന്നും പറയില്ലല്ലോ. ഇവരാകെ പറയുന്നത് ഈ മതമല്ലേ, ഇത് ആകെ പറയുന്നത് ഈ മതമല്ലേ. ശരി, അതാണല്ലോ വിമർശനം. ഞാനതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം ഇവിടെ ഊന്നി പറഞ്ഞത്. ശരി, ഓക്കെ, ഫൈൻ. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 8-9 മാസമേ ഉള്ളൂ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 3-4 മാസമേ ഉള്ളൂ, തെരഞ്ഞെടുപ്പുകളുടെ കാലം വരികയാണ്. അപ്പോൾ നിലമ്പൂർ നിലമ്പൂർ ക്യാമ്പയിനെ നമ്മളൊരു മാതൃകയോ അല്ലെങ്കിൽ അതൊരു ടെസ്റ്റ് കേസോ ഒരു സ്പെസിമെനോ ഒക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ മതബന്ധിയായ അല്ലെങ്കിൽ സമുദായബന്ധിയായ കാര്യങ്ങൾ ഇത്രയധികം കേരള രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കപ്പെടണോ എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണല്ലോ. അതിപ്പോൾ രണ്ട് കൂട്ടരെയും അക്കാര്യത്തിൽ വിമർശിക്കാനുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധം, അതിനുശേഷം RSS. ഈ RSS ജമാഅത്തെ ഇസ്ലാമി ഈ പറയുന്ന ഹിന്ദു മുസ്ലിം തർക്കത്തിലാണോ കേരള രാഷ്ട്രീയം ചുറ്റിത്തിരിയേണ്ടത് എന്ന ഒരു മൗലികമായ പ്രശ്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഭിസംബോധന ചെയ്യണ്ടേ? അഭിലാഷിന് സാധാരണ തെറ്റുപറ്റാറില്ല. ഏറ്റവും നല്ല മാധ്യമപ്രവർത്തകനാണ്. പ്രധാനമന്ത്രിമാർ നിർമ്മിക്കപ്പെടുന്നു എന്നെ സംബന്ധിച്ചുള്ള പുസ്തകം ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് അഭിലാഷ് മോഹൻ. പക്ഷെ RSS ഹിന്ദു സംഘടനയാണോ? ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം മത സംഘടനയാണ്. ഇതൊക്കെ ഈ ഹിന്ദു മുസ്ലിം ദ്വന്ദ്വത്തിലാണല്ലോ വരുന്നത്. ഇവർ ഹിന്ദു സംഘടനയോ മുസ്ലിം സംഘടനയോ ആണേലും അല്ലേലും അല്ലല്ല, ആ ദ്വന്ദ്വല്ല, മനസ്സിലാക്കണം. അല്ലെന്ന് ഞങ്ങളുടെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ 62 ലക്ഷം വീട്ടിൽ പെൻഷൻ 1600 വെച്ച് കൊടുക്കുന്ന മതം നോക്കിയിട്ടാ, 5.5 ലക്ഷം വീട് ലൈഫിൽ 4 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് വീട് വെക്കുന്ന മതം നോക്കിയിട്ടാ. ഒരു മതോപതനം ഇവിടെ ആർക്കും നടത്താനാവില്ല. അങ്ങനെ പരിശ്രമിക്കുന്ന സംഘടനയാണ് RSS. അങ്ങനെ നരേന്ദ്രമോദി രണ്ട് കൂട്ടരുടെയും ഞാൻ പറയട്ടെ പറയാം. ഈ രണ്ട് കൂട്ടരുടെയും വോട്ട് വേണ്ട. ഈ രണ്ട് കൂട്ടരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ ആധികാരികമായി പറയുന്നു. ഇങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ ഇന്ന് നിലമ്പൂരിലുണ്ടോ? ഞാനിപ്പോൾ വീണ്ടും പറയുന്നു, RSSന്റെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, മതരാഷ്ട്രീയക്കാരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം UDF സ്ഥാനാർത്ഥിക്കുണ്ടോ? ആ തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിക്കുണ്ടോ? സന്ദീപ് വാര്യർ മനസ്സിനകത്തുനിന്നൊരു സത്യം പുറത്തു വന്നു. എന്താ അദ്ദേഹം പറഞ്ഞൊരു വാചകം? നിലമ്പൂർ MLA ഇന്ന് രാവിലെ പ്രതികരിച്ചു. കാര്യം മനസ്സിലായല്ലോ. എന്താണ് നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സെന്ന് സന്ദീപ് വാര്യർ പറയാതെ പറഞ്ഞു. ഇന്ന് രാവിലെ പ്രതികരിച്ച് M സ്വരാജിനെ കുറിച്ച് നിലമ്പൂർ MLA അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തു വന്നു. നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ചെറിയവനായി അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ MLA എന്നൊരു വാക്ക് പറഞ്ഞു. അല്ലെങ്കിൽ വൈകുന്നേരം പോയി കേൾക്ക്. അടുത്തൊരു കാര്യം പറയാം. കമറുദ്ദീൻ്റെ ചായക്കട നരേന്ദ്രമോദി ആണല്ലോ ചായ അടിക്കാൻ പഠിപ്പിച്ചത്, ചായക്കടക്കാരെയല്ല. അതുകൊണ്ട് കമറുദ്ദീൻ്റെ ചായക്കടയുടെ കഥ ഇഷ്ടമായി. ഒറ്റ ചോദ്യമുള്ളൂ. ഈ കമറുദ്ദീൻ്റെ മതക്കാരുടെ ആരാധനാലയം പ്ലാസ്റ്റിക് പടുതിട്ട് മൂടേണ്ടി വരുന്നൊരു ഇന്ത്യയുണ്ട്. BJPയുടെ യോഗി ആദിത്യനാഥിൻ്റെ ഇന്ത്യ. അങ്ങനെ മുസ്ലിമിൻ്റെ ആരാധനാലയം ഒരു വിഭാഗത്തിൻ്റെ ഒരു ഘോഷയാത്ര വരുമ്പോൾ പ്ലാസ്റ്റിക് പടുത കൊണ്ട് മൂടേണ്ടി വരുന്നൊരു ഇന്ത്യയുണ്ട് എങ്കിൽ ആ ഇന്ത്യയിൽ കേരളമില്ല. ആ ഇന്ത്യയിൽ കേരളമില്ലാത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി സർക്കാരും ഉള്ളത് കൊണ്ടാണ്. ഇത് ഞങ്ങൾ പറഞ്ഞാൽ മതപരമായിട്ടുള്ള വിഭജനമാണോ? നിങ്ങൾ നോക്കൂ, രാജസ്ഥാനിൽ പോലീസുകാരൻ 2 മാസം പ്രായമുള്ളൊരു മുസ്ലിം കുഞ്ഞിനെ ചവിട്ടിക്കൊന്നു. രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയോ? എന്താ രാഹുൽ ഗാന്ധി പോകാത്തത്?
ഇത് പറഞ്ഞാൽ മതപരമായ വിഭജനമാണോ? അതുകൊണ്ട് ഞങ്ങൾ ചരിത്രം മാത്രമല്ല പറയണത്. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു. അതായത് പാർലമെന്റിൽ നിന്നും ബൊഫേഴ്സുമായി ബന്ധപ്പെട്ട് MP-മാർ രാജിവെക്കുന്ന ഒരു സംയുക്ത പത്രസമ്മേളനം. അത് കഴിഞ്ഞൊരു ചരിത്രമുണ്ടേ. സന്ദീപ് വാര്യർ അന്ന് BJP, ഇന്ന് കോൺഗ്രസ് ആണല്ലോ. ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് അദ്വാനിയെ അറസ്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി. അദ്വാനി അറസ്റ്റ് ചെയ്ത് ആരായിരുന്നു? ലല്ലു പ്രസാദ് യാദവ്. തുടർന്നൊരു അവിശ്വാസ പ്രമേയം വന്നു VP സിംഗിനെ ഇറക്കാൻ. കോൺഗ്രസ് ആരുടെ കൂടിയാണ് വോട്ട് ചെയ്തത്? അദ്വാനി അറസ്റ്റ് ചെയ്ത കുറ്റത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ BJPക്കൊപ്പം RSSനൊപ്പം വോട്ട് ചെയ്ത ചരിത്രപരമായ വഞ്ചന നടത്തിയ നേതാവിൻ്റെ പേരാണ് രാജീവ് ഗാന്ധി, കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ബാബറി മസ്ജിദിന്റെ തകർക്കലിന് വേണ്ടി നടത്തിയ രഥയാത്ര തടഞ്ഞ VP സിംഗിന്റെ സർക്കാരിനെ ഇറക്കാൻ RSSന്റെ കൂടെ വോട്ട് ചെയ്തിട്ട് അച്ചാരം വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾ മതേതരത്വം. അവിടെ ചരിത്രം പറഞ്ഞാൽ ചൂണ്ടുപോകും കോൺഗ്രസ്, ചരിത്രം പറഞ്ഞാൽ ചൂണ്ടുപോകും BJP. ഞങ്ങൾക്കൊരു തർക്കമുള്ള കാര്യമല്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറയുന്നത് വികസനം ചർച്ച ചെയ്യണം. ഞങ്ങൾ ചർച്ച ചെയ്ത വികസനമാണ്, ഞങ്ങൾ ചർച്ച ചെയ്ത ക്ഷേമമാണ്, ഞങ്ങൾ ചർച്ച ചെയ്തത് മതനിരപേക്ഷതയാണ്. ഈ കേരളത്തെ പോലെ വർഗീയ കലാപമില്ലാത്തൊരു ഇന്ത്യ വേണ്ടേ? വേണമെങ്കിൽ കേരളത്തെ പോലെ ഒരു മാതൃകാ ഗവൺമെന്റ് ഇന്ത്യയിൽ വരണം. അതാണ് ഞങ്ങളുടെ വാദം. കർണാടകത്തിൽ ഉള്ള അശാന്തി കേരളത്തിൽ ഇല്ല. നമുക്കൊന്ന് താരതമ്യം ചെയ്യാം കർണാടകവുമായിട്ട്, സിദ്ധരാമയ്യായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് കേരളത്തിന് നന്മ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ ഇതാണ് ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ വികസനം, അവിടുത്തെ ക്ഷേമം, മതനിരപേക്ഷത. മതരാഷ്ട്രീയത്തിനെതിരായ വോട്ടാണ് നിലമ്പൂരിലുള്ളത്. അത് വോട്ട് ചെയ്യാൻ ഒരൊറ്റ ചിഹ്നമേ ഉള്ളൂ, അരിവാൾ ചുറ്റിക നക്ഷത്രവും M സ്വരാജും. മതരാഷ്ട്രീയത്തിനെതിരായ വോട്ട് M സ്വരാജിന്. അതാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയം. ശരി, അവിടെ ശ്രീ സന്ദീപ് വാര്യർ, മതരാഷ്ട്രീയം ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ഈ ഏറ്റവും ഒടുവിലത്തെ റൗണ്ടിൽ ആർക്കാണ് അഡ്വാൻറ്റേജ് എന്നതിൻ്റെ കൂടെ ഒരു കണക്കെടുപ്പ് നടക്കുമായിരിക്കും നാളെ. എന്തായാലും ജനങ്ങളുടെ കയ്യിലല്ലേ, വരട്ടെ. ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച കാര്യം, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു, ശരിയായി പറഞ്ഞു, പുറത്തുനിന്ന് BJPയും അതുപോലെ തന്നെ CPM-ഉം കൂടി പിന്തുണച്ച് VP സിംഗിന്റെ സർക്കാർ ഉണ്ടായ കാര്യം. അധികാരത്തിലേറ്റാൻ വേണ്ടി ആ രണ്ടു കൂട്ടരും വോട്ട് ചെയ്തു. പക്ഷേ അധികാരത്തിൽ നിറക്കാൻ BJPയുടെ കൂടെ കോൺഗ്രസ് വോട്ട് ചെയ്തല്ലോ. അതും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ സർക്കാരിനെ സമസ്തിപൂരിൽ LK അദ്വാനി രഥയാത്ര നടത്തിയപ്പോൾ അന്ന് ലാലു പ്രസാദ് യാദവ്, VP സിംഗിന്റെ പാർട്ടിയിൽപ്പെട്ട ലാലു പ്രസാദ് യാദവാണ് അറസ്റ്റിന് ഉത്തരവിട്ട് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ VP സിംഗിന്റെ കാലത്ത് ബാബറി മസ്ജിദ് തകർന്നിട്ടുമില്ല കേട്ടോ. അപ്പോൾ ആ സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി BJPയുടെ കൂടെ വോട്ട് ചെയ്തില്ലേ കോൺഗ്രസ് ചോദിച്ചാൽ അതിനും സമാധാനം പറയേണ്ടി വരും. അപ്പോൾ ചരിത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കാര്യങ്ങൾ പരസ്പരം വിളിച്ചു പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ സത്യത്തിൽ? അഭിലാഷ്, അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഒരു ഫാക്ച്വൽ എറർ പറ്റിയിട്ടുണ്ട്. VP സിംഗിന്റെ എതിരെ അവിശ്വാസ പ്രമേയം വന്നിട്ടില്ല. VP സിംഗ് വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. VP സിംഗിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് വിശ്വാസമില്ല. VP സിംഗ് സർക്കാർ തുടരണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് വിശ്വാസമില്ല. കോൺഗ്രസ് VP സിംഗ് അവതരിപ്പിച്ച വിശ്വാസ പ്രമേയത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു. ബാക്കി ആരൊക്കെ VP സിംഗിനെതിരായിട്ട് വോട്ട് ചെയ്തു നോക്കേണ്ട കാര്യം കോൺഗ്രസിന്റെ അല്ലല്ലോ, മറിച്ച് ബാക്കി ആരൊക്കെ VP സിംഗിനെതിരെ വോട്ട് ചെയ്ത് നോക്കേണ്ട കാര്യം എന്തായാലും കോൺഗ്രസിനില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ VP സിംഗ് വിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു. VP സിംഗ് വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ആ VP സിംഗ് സർക്കാരിൽ കോൺഗ്രസിന് വിശ്വാസമില്ല. അടുത്ത ചന്ദ്രശേഖർ സർക്കാരിനെ ആരാ പിന്താങ്ങിയത്? അധികാരത്തിൽ വന്നു. ആ കാര്യം ആലോചിക്കട്ടെ. അല്ല, ഞാൻ പറയുന്നേ, അതൊക്കെ രാഷ്ട്രീയമായിട്ട് കാരണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടാവും. കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ പിൻവലിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞതിൽ തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള എററാ പറഞ്ഞത്. വിശ്വാസ പ്രമേയത്തിൽ VP സിംഗ് വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചപ്പോ ആ സർക്കാരിൽ കോൺഗ്രസിന് വിശ്വാസമില്ല. അവിടെ BJP നിലപാടെടുത്തു നോക്കേണ്ട കാര്യം കോൺഗ്രസിനില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷേ. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിശ്വാസ പ്രമേയം ആരാ അവതരിപ്പിച്ചത്? 2008 മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാരാ? ഈ CPM-ഉം BJP-യും ചേർന്നിട്ടല്ലേ? അപ്പൊ CPM-ഉം BJP-യും ചേർന്ന് കോൺഗ്രസ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് വിശ്വാസ പ്രമേയത്തിന്റെ കാര്യത്തിൽ ഞങ്ങളെ അങ്ങോട്ട് ഡിഫൻസിലാക്കാൻ നോക്കുക. നിങ്ങൾ എവിടുത്തെ കാര്യമാണ് പറയുന്നത്? അപ്പൊ വാസ്തവത്തിൽ BJP-ക്കൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ചരിത്രമുള്ള CPM ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? അത് വിശ്വാസ പ്രമേയമായിരുന്നു. അവിശ്വാസ പ്രമേയമായിരുന്നില്ല VP സിംഗിന്റെ കാര്യം സംഭവിച്ചത്. നിങ്ങൾ മൻമോഹൻ സിംഗിനെതിരെ ഒരുമിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. രണ്ടും രണ്ടാണ്, മനസ്സിലായല്ലോ? ഇനി ചോദിച്ച ചില കാര്യങ്ങളോട് മറുപടി പറയട്ടെ.
ഇവിടെ BJP-യുടെ പ്രതിനിധിയും അല്ലെങ്കിൽ BJP പ്രതിനിധിയോട് പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം അല്ലെങ്കിൽ CPM-ന്റെ ആളും പറഞ്ഞ കാര്യം എന്താ? രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ മതം നോക്കിയിട്ടല്ല ഇവിടെ ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുന്നത്. മതം നോക്കിയിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ജനറലായിട്ട് സർക്കാർ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും തുല്യതയുടെ അടിസ്ഥാനത്തിൽ വേണം. അങ്ങനെ തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടന ഈ രാജ്യത്തുണ്ട്. അത് ഈ രാജ്യത്തിന് കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അങ്ങനെ ഒരു ഭരണഘടന ഈ രാജ്യത്തുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വായിൽ തോന്നിയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നതുപോലെ ആളുകൾ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വസ്തുതയാണ്. അവിടെ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യും, പാർട്ടിക്കാർ കൊടുക്കാനൊക്കെ പല കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. എന്നാൽ പോലും രാജ്യത്ത് തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടന അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുത്തതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആളുകൾക്ക് തുല്യ അവസരം കിട്ടുന്നത്. പിന്നെ BJP-യും CPM-ഉം തമ്മിൽ അല്ലെങ്കിൽ RSS-ഉം CPM-ഉം തമ്മിൽ കാലാകാലങ്ങളായിട്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് നടന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട്. ഇത് പരസ്യമായിട്ടുള്ള സംഗതിയാണ്. BJP-ക്ക് ഇത് അഭിമാനമുള്ള കാര്യമായിരിക്കാം, RSS-ന് ഇത് അഭിമാനമുള്ള കാര്യമായിരിക്കാം. അദ്ദേഹം മറുപടി പറഞ്ഞില്ലല്ലോ. ദേവറസ് കൊടുത്ത മാപ്പപേക്ഷയെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഓർഗനൈസറിൽ അടക്കം ആ കാര്യങ്ങൾ അക്നോളജ് ചെയ്തിട്ടുണ്ട്. ദേവറസ് 2 കത്തയച്ചിട്ടുണ്ട്. RSS എല്ലാ കാലത്തും അങ്ങനെയാണ്. അവർക്ക് ചവിട്ടി നിൽക്കാൻ പ്രയാസമുള്ള സമയത്ത് അവർ അഡ്ജസ്റ്റ്മെന്റ് നടത്തും. കോൺഗ്രസ് ഇവിടെ ഇന്ദിരാഗാന്ധിക്ക് അപേക്ഷ അയച്ചിട്ട് അല്ലെങ്കിൽ 2 തവണ കത്തയച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല ഇന്ദിരാഗാന്ധി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. RSS അങ്ങനെ പല കളികളും കളിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം മോർവി ഡാമിന്റെ കാര്യം പറഞ്ഞു. ഈ RSS ഇത്തരം വിദണ്ഡവാദങ്ങളും വലിയ ടോൾ ക്ലെയിമുകൾ നടത്തുന്ന സംഘടനയാണ്. ഈ മോർവി ഡാമിന്റെ സംഭവം എന്താണ്ടായത്? വലിയൊരു ദുരന്തം ഉണ്ടായി. ആ സമയത്ത് നിരവധി NGO-കൾ നിരവധി സംഘടനകൾ അവിടെ പോയി സേവന പ്രവർത്തനം. നമ്മുടെ ഉദാഹരണത്തിന് വയനാട്ടിൽ ചൂരൽമലയിൽ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ യൂത്ത് ലീഗ് ഉണ്ടായിരുന്നു, DYFI ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, സേവാഭാരതി ഉണ്ടായിരുന്നു. പറയുമ്പോൾ എല്ലാവരെയും സർക്കാരുകൾ അഭിനന്ദിക്കും, കളക്ടർ അഭിനന്ദിക്കും. അത് സ്വാഭാവികമാണ്. ഈ മോർവി പോലെ വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ സേവന പ്രവർത്തനം ചെയ്ത എല്ലാ സംഘടനകളും അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പൊ RSS ഇപ്പോൾ വർഷങ്ങൾ കുറെ കഴിഞ്ഞല്ലോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വ്യാജ പ്രചരണം നടത്തുകയാണ്. ഇത് തന്നെയാണ് ചൈനീസ് യുദ്ധകാലത്തിന്റെ കാര്യത്തിലും പറയുന്നത്. അന്ന് പിന്നെ റിപ്പബ്ലിക് ദിന പരേഡിൽ നിരവധി NGO-കൾ പങ്കെടുത്തിൽ ഒന്ന് മാത്രമായിരുന്നു RSS. ഞങ്ങളെ മാത്രം ക്ഷണിച്ചു എന്ന കള്ളപ്രചാരണമാണ്. ഈ കള്ളപ്രചരണങ്ങളെ തുറന്നു കാണിക്കുക തന്നെ കോൺഗ്രസ് ചെയ്യും. ഒരു തർക്കവും വേണ്ട. TV-യിൽ വന്നിരുന്നിട്ട് വർഷങ്ങൾ പഴക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ഇത്തരത്തിൽ കള്ളങ്ങൾ അടിച്ചു വിടരുത്. RSS-ന്റെ ടോളസ്റ്റ് ക്ലെയിമുകൾ എല്ലാം ഫാൾസ് ആണ്, വ്യാജ അവകാശവാദങ്ങളാണ്. ശരി, ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം പറയാം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ B. ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ നമ്മളിപ്പോൾ പല ചരിത്രം പറഞ്ഞു, പല സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 215 പേരെ കൊന്ന പ്രസ്ഥാനമാണ്, ഞങ്ങളുടെ 215 സഖാക്കളെ കൊന്ന പ്രസ്ഥാനമാണ്. തിരിച്ച് RSS-നും ഇഷ്ടംപോലെ ബലിദാനികളുണ്ടല്ലോ, പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സെനാരിയോയിൽ ഒരു RSS-കാരൻ്റെ BJP-കാരന് സ്വന്തം ചിഹ്നത്തിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്യാം എന്നുള്ള അവസ്ഥയുള്ളത് കോൺഗ്രസിനാണോ CPM-നാണോ? അതൊക്കെ മറുപടി പറയാം. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. എനിക്ക് അനിൽകുമാറിനോടും ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടും പറയാനുള്ളത്, ജനങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുള്ളത് ഈ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നവർക്കും ബോധ്യം വേണം. 2024 അതായത് കഴിഞ്ഞ വർഷത്തെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ജൂൺ മാസത്തെ ചർച്ചയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ ഏക മഹത്തായ പ്രസ്ഥാനം കോൺഗ്രസ്സുകാരൻ്റെ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ മാളത്തിലൊളിച്ചപ്പോൾ ഈ തെരുവീഥികളിൽ പോലീസിൻ്റെ അടികിട്ടി അതിശക്തമായ പോരാട്ടം നടത്തിയ പ്രസ്ഥാനം RSS ആണ് എന്ന് ചാനലിൽ പറഞ്ഞ ആളാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി. യാതൊരു നിഷേധിക്കും. ഞാൻ അതിൽ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ ശ്രീ ഗോപാലകൃഷ്ണൻ. അല്ല, ആ വിഷയത്തിൽ തന്നെ ഈ ബാലാസാഹിബ് ദേവറസ് ഇന്ദിരാഗാന്ധിക്ക് മാപ്പപേക്ഷ അയച്ചത് ഒരു ചരിത്ര സത്യമാണ്. നിങ്ങളുടെ തന്നെ നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യം സ്വാമി അൺലേൺഡ് ലെസൺസ് ഓഫ് എമർജൻസി എന്ന പേരിൽ ഹിന്ദു ദിനപത്രത്തിൽ ഇത് സംബന്ധിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. കുറെ നാൾ മുമ്പാണ്. ഇപ്പോൾ ഗൂഗിളിൽ തപ്പിയാലും കിട്ടും. 2 or 3 തവണ ബാലാസാഹിബ് ദേവറസ് ഇന്ദിരാഗാന്ധിക്ക് മാപ്പപേക്ഷ അയച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത്. അത് വസ്തുതയാണ്. അത് എൻ്റെ പൊന്നു ചങ്ങാതി, ഒരു ഭാഗത്ത് സമരവും മറുഭാഗത്ത് ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ, മറുഭാഗത്ത് അത് മാപ്പല്ല, ചർച്ചകൾ നടത്തുകയും സംവാദം നടത്തുകയും എഴുത്തുകൂട്ടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സംഘടനയുടെ നിരോധനം പിൻവലിച്ചാൽ നിങ്ങളുടെ പരിപാടികളെ പിന്തുണയ്ക്കാം. ഇന്ദിരാഗാന്ധിയുടെ പരിപാടികളുടെ പ്രചാരകരാകാം ഞങ്ങൾ എന്നാണ് ദേവറസ് എഴുതിയത്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. സർദാർ പട്ടേൽ എഴുതിയല്ലോ, നിങ്ങൾ ഈ കോൺഗ്രസിൻ്റെ കൂടെ RSS കോൺഗ്രസിൽ ലയിക്കണം എന്ന് സർദാർ പട്ടേൽ പറഞ്ഞില്ലേ? സർദാർ പട്ടേൽ കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ മഹത്തായ രാജ്യസ്നേഹത്തിൻ്റെ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമാണ്.
നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പോകണം എന്ന് പട്ടേൽ പറഞ്ഞില്ലേ? പട്ടേൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? പട്ടേൽ അയച്ച ഇന്നത്തെ വക്താവ് പറഞ്ഞേക്കാം. പട്ടേൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് അതുപോലെ തന്നെ ഗോൾവാൾക്കർക്ക് എഴുതിയ കത്തിൽ നിങ്ങൾ ഒഴുക്കിയ വിഷമാണ് ഗാന്ധിജിയുടെ ജീവൻ എടുത്തത് എന്ന് പട്ടേൽ ഒരു കത്തിൽ പറയുന്നുണ്ട് RSSനെ കുറിച്ച്. അതെ ഇതൊക്കെ കത്തുകളിൽ പല സമയത്തും പല കാര്യവും പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ഒരു കത്തില്, ജവഹർലാൽ നെഹ്റു എഴുതിയ കത്ത്, ആ കത്ത് ഇന്ന് നമ്മുടെ സോഷ്യലിസ്റ്റ് നേതാവ് രാമമനോഹർ ലോഹ്യയുടെ കോട്ടയത്ത് നിന്നിറങ്ങിയ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ കത്ത്, അതിൽ ഗാന്ധി പറയുന്നുണ്ട്. ഗാന്ധിയും നെഹ്റുവും തമ്മിലുള്ള കത്തിടപാടാണ്. ലോഹ്യയുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട്, എന്നെ മഹാത്മാവ് എന്നാണ് വിളിക്കുന്നത്, പക്ഷെ ഒരു ചെരുപ്പ് കുത്തിയുടെ വില പോലും ഈ നെഹ്റുവിൻ്റെ കോൺഗ്രസ് എനിക്ക് തരുന്നില്ല എന്നെഴുതി വെച്ചിട്ടുണ്ട് ലോഹ്യയുടെ പുസ്തകത്തിൽ. വേണം ഞാൻ തരാം. അപ്പോൾ എഴുത്തൂത്തുകളുടെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ, അതവിടെ കിടക്കട്ടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔപചാരികമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത്? എൻ്റെ പൊന്നിയ ഗാന്ധി, എനിക്ക് ആദ്യത്തെ അറിവാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഭരണഘടനയിൽ. അത് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു, എല്ലാ തത്വചിന്തകരും ഉണ്ടായിരുന്നു, രാജ്യത്തെ സ്നേഹിക്കുന്നവർ മുഴുവൻ ഉണ്ടായിരുന്നു. ഡോക്ടർ അംബേദ്കർ, ആ ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടന രചിച്ച ഡോക്ടർ അംബേദ്കറാണ്. അതിനകത്ത് എല്ലാ വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെക്കപ്പുറത്തല്ല ഭരണഘടന എഴുതിയത്. ആ അംബേദ്കറെ തോൽപ്പിച്ചവരാണ് കോൺഗ്രസ്. 1902 തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ തോൽപ്പിച്ചവരല്ലേ കോൺഗ്രസ്. നിഷേധിക്കാൻ പറ്റുമോ? അന്ന് അംബേദ്കറുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആരാന്നറിയോ? അത് ആദ്യം പോയി പഠിക്കേ. അംബേദ്കറുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് BMS എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ച RSSന്റെ പ്രചാരകനായ ദത്തോപന്ത് ടെങ്കിടിയ. ചരിത്രം എഴുതി വെച്ച പുസ്തകം പോയി വായിക്കുക ആദ്യം. അപ്പോൾ ആ വർത്താനൊന്നും പറഞ്ഞു വരണ്ട. പിന്നെ ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഉറച്ചു പറയാം. അനിൽകുമാറിനോട് ഒരു കാര്യം പറയുന്നു. അനിൽകുമാർ പറഞ്ഞതിനൊരു മറുപടി പറഞ്ഞോട്ടെ. അനിൽകുമാർ എന്താ പറഞ്ഞേ? അതിനെ കഴിഞ്ഞ് ഒറ്റ വരി, മതം നോക്കി നിങ്ങൾക്ക് ഇവരുടെ വോട്ട് വേണ്ട അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അതിന് കോൺഗ്രസ് പറഞ്ഞത് മറുപടി പറയണമായിരുന്നു, പറഞ്ഞില്ല. ഞാൻ ചോദിക്കാം, മദനിയുടെ വോട്ട് ആരാ? മദനി എന്നറിയാലോ? മദനി എന്നറിയാലോ? ഇന്ത്യയെ തകർക്കാൻ കാശ്മീരി ഭീകര സംഘടനയുടെ ഞാൻ തീർന്നു. മദനിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അയ്യപ്പനെ പരിഹസിച്ച ആളാണ്, മനസ്സിലായേ? അയ്യപ്പനെ കളിയാക്കിയ ആളാണ്, അയ്യപ്പനെ അപമാനിച്ച ആളാണ്, ശബരിമല ധർമ്മശാസ്താവിനെ അപമാനിച്ച ആളാണ്, ശബരിമല അയ്യപ്പനെ അപമാനിച്ച ആളാണ്. പറഞ്ഞത് ഞങ്ങൾ സ്ഥാനാർത്ഥിമാരെ വ്യക്തിഹത്യ ചെയ്യില്ല, മതം പറയില്ല എന്നൊക്കെ ഒരു 2 മിനിറ്റ് മുമ്പ്. എന്നിട്ട് ഇപ്പോ അതന്നെ പറയാണ്. ഞാൻ പറയുന്നു, ഇയാൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരി, ഓക്കെ, ആവട്ടെ. എന്തായാലും ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങൾ വിധി എഴുതട്ടെ. നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം വിവേചന പൂർണ്ണം വിവേകത്തോടുകൂടി വിനിയോഗിക്കട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.